ഇന്ത്യൻ മെൻസ് ടീമിന്റെ ഏഷ്യൻ കപ്പിന്റെ യോഗ്യത ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ വുമൻസ് ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പലർക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ 23 വർഷമായിട്ട് ഏഷ്യൻ കപ്പ് കളിച്ചിട്ടില്ല. ഇത്തവണയും വലിയ പ്രതീക്ഷയില്ല. കാരണം കരുത്തരായിട്ടുള്ള തായ്ലൻഡിലുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് മാത്രമാണ് ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത കിട്ടുന്നത്. എന്നാൽ ഈ കരുത്തർ എന്ന് പറയുന്ന തായ്ലൻഡിനെതിരെ ഒരു ഉഗ്രൻ വിജയം, ആ വിജയം ഒരു ചരിത്ര വിജയമായിട്ട് മാറുന്നത് 2003 ശേഷം ഇതാ ഇന്ത്യ AFC ഏഷ്യൻ കപ്പ് കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തായ്ലൻഡിനെതിരെയുള്ള വളരെ നിർണായകമായിട്ടുള്ള മത്സരം. അപ്പോൾ പലരും വുമൻസ് ടീമിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യാത്ത എന്താണെന്നുള്ളത് കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് തന്നെ വലിയ പ്രതീക്ഷകളായിരുന്നു. കാരണം തായ്ലൻഡ് അത്ര ശക്തരായിട്ടുള്ള ടീമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഫിഫ റാങ്കിങ്ങിൽ 46-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ഇന്ത്യ 70-ാം സ്ഥാനത്താണ്. ഇന്ത്യയേക്കാൾ ഇത്രയോ മുകൾ സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ഇപ്പം ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ സ്കോറുകളിൽ ഇപ്പം മംഗോളിയക്കെതിരെയും ഇറാഖിനെതിരെ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന സമയത്ത് എങ്കിലും അവസാന മത്സരം നമുക്ക് നേരിടേണ്ടത് തായ്ലൻഡിനെതിരെയാണ് എന്ന് പറയുന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യ തന്നെയാണ് നിരന്തരം അറ്റാക്കിങ്ങിലേക്കുള്ള ശ്രമങ്ങൾ, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നിന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് 28ാമത്തെ മിനിറ്റിൽ ഇന്ത്യയുടെ ആ ഒരു നിർണായക ലീഡ് വരുന്നത്. സംഗീത ബാസ്ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിന്റെ ഒരു ഗോളാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ മെൻസ് ടീം അടിക്കുന്ന കണ്ടിട്ടുള്ള ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഗോൾ. വാട്ട് എ ബ്യൂട്ടി. പിന്നെ മത്സരം എങ്ങനെയും ഡ്രോ ആകണേ, ഈ ഒരു ഗോളിൽ ഒന്ന് പിടിച്ചു നിൽക്കണേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന. അങ്ങനെ ആദ്യ പകുതി 1-0 എന്ന നിലയിൽ അവസാനിച്ചു. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ തായ്ലൻഡ് ഒരു അക്രമത്തിനുള്ള ഒരു ശ്രമമായിരുന്നു. ബാക്ക് ടു ബാക്ക് ഒരു അറ്റാക്കിംഗ് ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ കിട്ടിയ ചാൻസ് പറഞ്ഞ പോലെ ഒരു പോസ്റ്റിൽ ഇടിച്ചു പോകുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും ആദ്യത്തെ മിനിറ്റിൽ തന്നെ അവരുടെ ആക്രമണത്തിൻ്റെ ഒരു കരുത്തിന് ഗുണമുണ്ടായി എന്നുള്ളതാണ്. ഒരു ഗോൾ വരുന്നത് ലെഫ്റ്റ് വിങ്ങിലൂടെ വന്നൊരു ക്രോസ് ആണ്. അത് അവരുടെ താരം ജസ്റ്റ് ഒരു ഫെദർ ടച്ച് മാത്രം മതിയായിരുന്നു ഗോളിലേക്ക് പോകാൻ. അങ്ങനെ 1-1 എന്ന് പറയുന്ന ലെവലിലേക്ക് മത്സരം എത്തി. ഈ ഒരു അവസ്ഥയിൽ മത്സരം ഒരു സമനിലയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നിൽക്കുന്ന സമയത്താണ് 72ാമത്തെ മിനിറ്റിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ ലഭിക്കുന്നത്. ആ ഒരു കോർണർ ഒന്നാം തരമായിട്ടുള്ള ഒരു ഹെഡർ അസിസ്റ്റ്, വീണ്ടും സംഗീത ബാസ്ഫോറിൻ്റെ ഒരു ഹെഡർ ഗോൾ. അങ്ങനെയാണ് 2-1 എന്ന നിലയിൽ ഇന്ത്യ മത്സരം വിജയിക്കുന്നതും ഏഷ്യയിലെ ബെസ്റ്റ് 12 ടീമുകൾ അണിനിരക്കുന്ന AFC വുമൻസ് ഏഷ്യൻ കപ്പിലേക്ക് ഒരു യോഗ്യത നേടുന്നതും. ഈ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ 24 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ ഒരു ഗോൾ മാത്രമാണ് കൺസീഡ് ചെയ്തത്. അത് ഈ കഴിഞ്ഞ മത്സരത്തിൽ തായ്ലൻഡിനെതിരെയാണ് എന്നുള്ളതാണ്. ഇന്ത്യ പരാജയപ്പെടുത്തി ഈ തായ്ലൻഡ് എത്ര മികച്ചവരാണ് എന്ന് അറിയണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഫിഫ റാങ്കിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 46-ാം സ്ഥാനത്ത് ഇന്ത്യയേക്കാൾ 24 സ്ഥാനം മുകളിൽ നിൽക്കുന്ന രാജ്യമാണ് തായ്ലൻഡ്. 2015-ലും 2019-ലും ഫിഫ വുമൻസ് വേൾഡ് കപ്പ് കളിച്ച ടീം. അവരാണ് 97-ന് ശേഷം ആദ്യമായിട്ട് AFC ഏഷ്യൻ കപ്പ് കളിക്കാതെ പുറത്താകുന്നത്. AFC ഏഷ്യൻ കപ്പിന്റെ 2018-ൽ സെമി ഫൈനലിലും 2022-ൽ ക്വാർട്ടറിലും 1983-ൽ ചാമ്പ്യൻസുമായിട്ടുള്ള ടീം. ആസിയാൻ റീജിയനിലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീം. അവരാണ് 97-ന് ശേഷം ഇതാദ്യമായിട്ട് AFC ഏഷ്യൻ കപ്പിന്റെ യോഗ്യത നേടാതെ പുറത്താകുന്നത്. അവരെ പുറത്താക്കുന്നത് ആര്? ഇന്ത്യ. ഞാൻ 100% കോൺഫിഡൻസോടുകൂടി പറയുന്നു, ക്രിസ്പിൻ ഛേത്രി എന്ന് പറയുന്ന ഈ പരിശീലകന്റെ അണ്ടറിലുള്ള ഈ ഒരു ടീമാണ് സമീപകാലത്ത് ആസാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു നല്ല മൊമെന്റ്സ് നൽകിയത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാണിക്കും. ഏഷ്യാൻ സനിയ.